ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളും അടുത്ത കാലത്തായി അറിയാൻ ഇടവന്നിട്ടുണ്ടാവും 18 പ്രദക്ഷിണത്തിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും. എന്തുകൊണ്ടാണ് 18 പ്രദക്ഷിണം എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടു നോക്കൂ ഇന്നത്തെ ഈ വീഡിയോ. നമസ്കാരം, കൃഷ്ണാരംഭദ്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ നൃത്തം ചെയ്യുന്ന രൂപത്തിൽ വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് എന്നാണ് കേട്ടറിവ്. വെണ്ണയും ഓടക്കുഴലും ഒക്കെ കിട്ടിയ സന്തോഷത്തിലാണോ തുള്ളിച്ചാടുന്നത് കണ്ണൻ എന്നറിയില്ല. എന്തായാലും നൃത്തം ചെയ്യുന്ന ഉണ്ണികൃഷ്ണന് പാട്ട് പാടിക്കൊടുക്കണമല്ലേ നമ്മൾ. ശരിക്കും അതല്ലേ വേണ്ടത്. ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് രണ്ടുപേരെ എനിക്ക് കാണാൻ സാധിച്ചു. രണ്ടല്ല, 3 പേരെ. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സുനിത ചേച്ചിയെ കാണാൻ സാധിച്ചു. ചേച്ചി എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ലതമ്മയെ കാണാൻ സാധിച്ചു. ഒപ്പം ഒരു ജയലക്ഷ്മി ചേച്ചിയെ കാണാൻ സാധിച്ചു. ഇവരൊക്കെ എന്നെ ഫോൺ വിളിച്ച് ആ സമയത്തൊക്കെ എനിക്ക് ഇവരെ ചെന്ന് കാണാൻ പറ്റിയ ഒരു സമയവും സന്ദർഭവും ഉണ്ടായി. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടത് എൻ്റെ സ്ഥിരമായ വീഡിയോ കാണുന്ന ഒരു രാധ ചേച്ചിയെ പറ്റിയിട്ടാട്ടോ. ചേച്ചി എനിക്ക് കഴിഞ്ഞ ഒരു 2 മാസ കാലയളവിൽ എൻ്റെ വീട്ടിൽ കൊള്ളാത്ത അത്രയും സാധനങ്ങൾ എനിക്ക് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്തിനാണിത് പറയണതെന്ന് ചോദിച്ചാൽ, എനിക്ക് രാധ ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു നന്ദി വാക്കല്ലാതെ. അത് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു, എൻ്റെ സന്തോഷം ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓരോ ദിവസവും ഓരോ സമ്മാനപ്പൊതികളാണ് ചേച്ചി എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ വിലക്കി ചേച്ചിയോട്. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ സമ്മാനപ്പൊതികൾ അയക്കേണ്ട, എൻ്റെ എന്താ പറയുക, എന്നെ അനുഗ്രഹിച്ചാൽ മതി. എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരാനും എല്ലാ കാര്യങ്ങളൊക്കെ പറയാനും കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കാനും ഒക്കെ ഒന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ചേച്ചിയുടെ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനത്തിന്റെ ഒരു പങ്ക് എനിക്കും കൂടെ വാങ്ങി അയക്കുകയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഭഗവാന്റെ പേരിൽ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നു. കയ്യിലിട്ട വളയും കാതിലിട്ട കമ്മലും ഒക്കെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പന്റെ പേരിലാണ് എന്നുള്ളത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഒരു സമ്മാനവും തരാതെ എന്നെ കാണാൻ വന്ന ആളുകൾ വിചാരിക്കും, അയ്യോ സൗദയ്ക്ക് ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ. ഞാൻ ഇത് പറയണേ കേട്ടാ, ഒന്നും തരണ്ട. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാവുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ. സൗദയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വീഡിയോസ് ചെയ്യാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായാൽ അതെന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇത് പറയുമ്പോൾ എനിക്ക് പേടിയാണ്, അയ്യോ വേറെ ആൾക്കാർ ഗിഫ്റ്റ് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെയല്ല കേട്ടോ. എൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതങ്ങനെ തന്നെ എടുക്കാവൂ, വേറെ ഒരു തരത്തിലും എടുക്കരുത്. ആദ്യകാലങ്ങളിൽ ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ഓരോരുത്തർ തരുമ്പോഴത്തെ സന്തോഷം കൊണ്ട് സ്റ്റാറ്റസ് ഇടും. പിന്നെ ഞാനത് നിർത്തി. ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കും തന്നെ കാണാൻ വരണമെങ്കിൽ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരണം എന്ന്. അപ്പോഴാണ് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചത്, ശരിയാണല്ലോ, അയ്യോ അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ ഹെഡിങ് എങ്ങനെയാണോ അങ്ങനെ ആ ചോദ്യം തന്നെയാണ് എടുത്തിരിക്കുന്നത്. സൗദക്കുട്ടി നമസ്കാരം. ഞാൻ ഒത്തിരി പ്രാവശ്യമായി ഗുരുവായൂരിലെ 18 പ്രദക്ഷിണത്തിന്റെ കാര്യം വിശദമായി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 18 പ്രദക്ഷിണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് ഇന്നത്തെ ഈ അടുത്ത കാലത്ത് യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയതാണ് ഈ 18 പ്രദക്ഷിണത്തിന്റെ കാര്യം. ഇതുവരെയും ഞാൻ, അതായത് പൂർവികർ ആരും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല 18 പ്രദക്ഷിണം വെക്കണം എന്നുള്ളത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഈ യൂട്യൂബേഴ്സ് 18 പ്രദക്ഷിണം വെക്കണം? എന്താണ് ഈ 18 എന്ന്? ഞാൻ പണ്ട് 12 എന്ന് എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് 12 വർഷമാണ് എന്നും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 പ്രദക്ഷിണം, 12 നമസ്കാരം എന്നൊക്കെ 12 ദിവസത്തെ ഭജനം ഇതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണാരി മിത്രങ്ങൾ എപ്പോഴും 12-ന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോന്ന് ചെയ്യാറുള്ളത്. എന്നാൽ ഈ 18 പ്രദക്ഷിണത്തിനെ കുറിച്ച് പറഞ്ഞത് മുതൽ എൻ്റെ മനസ്സിലുണ്ട്, എന്തുകൊണ്ടാണ് 18 എന്ന നമ്പർ ഈ പറഞ്ഞ പ്രത്യേക വിഭാഗം യൂട്യൂബേഴ്സ് തിരഞ്ഞെടുത്തത്? അതിന് കാരണം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ആരാണ് പ്രചരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് നേരിട്ട് ചെന്ന് ചോദിക്കാനും പറ്റില്ല.
പക്ഷെ ഇത് യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനും യൂട്യൂബർ കേട്ടോ. ഞാനും ഇതുപോലെ ഓരോ വഴിപാടൊക്കെ പറയാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ വളരെ നല്ല കാര്യം അവർ പറയുന്നത്. 18 പ്രദക്ഷിണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചോളൂ എന്ന്, അല്ലെങ്കിൽ 18 പ്രദക്ഷിണം കുളപ്രദക്ഷിണമായിട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. വളരെ നല്ല കാര്യം. അപ്പോൾ വൈ 18? എന്തുകൊണ്ടാണ് ഈ 18 എന്ന അക്കം വന്നത് എന്നുള്ള ആ ഒരു ഗഹനമായ ചിന്തയ്ക്കൊടുവിൽ ഗുരുവായൂരപ്പനായിട്ട് എനിക്ക് അതിന് മറുപടി പറഞ്ഞു തന്നു കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പറയാറില്ലേ എൻ്റെ സംശയത്തിന് സവിതയിലൂടെ മറുപടി കിട്ടിയെന്ന്. അതേപോലെ നമ്മുടെ സംശയത്തിന് എപ്പോഴെങ്കിലും ഗുരുവായൂരപ്പൻ ഏതെങ്കിലുമൊക്കെ ഫോമിൽ നമുക്കതിന് മറുപടി ആയിട്ട് തരാറുണ്ട്. അതേപോലെ എനിക്ക് കിട്ടിയ മറുപടിയാണ് ഈ 18ന്റെ പ്രാധാന്യത്തിനെ കുറിച്ച്. 18ന് അനേകം പ്രത്യേകതകൾ ഉണ്ട് അത്രേ. ഈ മഹാഭാരതം കഥ നടക്കുന്നത് 18 ദിവസം, മഹാഭാരത യുദ്ധം നടക്കുന്നത് 18 ദിവസത്തിലായിട്ടാണ് അത്രേ. അതേപോലെ മഹാഭാരതം എന്ന ആ ഒരു ഗ്രന്ഥം 18 പർവ്വങ്ങളിലാണ് അത്രേ വ്യാപിച്ചു കിടക്കുന്നത്. ഇതേപോലെ തന്നെ 18 അക്ഷൗഹിണി സേനകളായിരുന്നു അത്രേ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് 11 നാരായണ അക്ഷൗഹിണി, അതായത് 11 അക്ഷൗഹിണി സേന കൗരവർക്കും 7 അക്ഷൗഹിണി സേന പാണ്ഡവർക്കുമായിരുന്നു. അങ്ങനെ 18 അക്ഷൗഹിണി സേനയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇനി ഒരക്ഷൗഹിണി സൈന്യത്തില് 21,870 രഥങ്ങളാണ് അത്രേ ഉണ്ടാവുക. 21,870 ആനകളാണ് അത്ര ഉണ്ടാവുക. അപ്പൊ ഈ 21,870 എന്ന ഈ സംഖ്യ 2+1+8+7+0 ഇത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഒരു തുകയുണ്ട്. അതും 18 അത്രേ. അതേമാതിരി തന്നെ ഒരു അക്ഷൗഹിണി സേനയിൽ 1,09,350 സോൾജിയേഴ്സ് ആണ് അത്രേ പങ്കെടുക്കുന്നത്. ഇത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 18 അത്രേ. അപ്പൊ ഇങ്ങനെ 18ന്റെ ഒരു കളിയാണ് മഹാഭാരത യുദ്ധത്തിൽ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ 18 എന്തോ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ ഭഗവാൻ ഇതെല്ലാം 18 എന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്നറിയാൻ കഴിഞ്ഞു. ഇനി ഇതൊക്കെ വിടുക കേട്ടോ. നമ്മൾ മലയാളികൾക്കുണ്ട് 18ന് പ്രത്യേകമായിട്ട് ഒരു പ്രാധാന്യം. ഇതെനിക്ക് പറഞ്ഞു തന്നത് മനുവേട്ടനാട്ടോ. 18 മലകളുടെ നാഥനായിട്ടിരിക്കുന്ന കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പ സ്വാമി നമ്മുടെ അടുത്തുണ്ട് അല്ലേ. 18ാം പടിയാണ് അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ചെന്ന് കയറി 18 പടികൾ കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ ദർശിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 18ന് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് അനേകം പ്രത്യേകതകൾ ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പൗരാവകാശം നേടിയെടുക്കുന്നത് 18 വയസ്സായാലാണ് അല്ലേ. 18 വയസ്സായാലാണ് ഒരാൾക്ക് വോട്ട് ചെയ്ത് എലക്ട് ചെയ്യാൻ പറ്റുക, ഒരാളെ തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുക. അപ്പോൾ പൗരാവകാശവും 18 വയസ്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 18ന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് 18 എന്നൊരു സംഖ്യ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരായിട്ട് പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കറിയില്ല കൃത്യമായിട്ട്. 18 അധ്യായങ്ങളിലാണ് ഭഗവത്ഗീത ഉള്ളത്. ഈ ഭഗവത്ഗീത വാങ്ങിയതിന് ശേഷം അത് നടക്കൽ വെച്ച് സമർപ്പിച്ച് പ്രദക്ഷിണം വെക്കാന്നാണോ അത് ആർക്കെങ്കിലും ദാനം ചെയ്ത്, അതെങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അത് അവർ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയുള്ളൂ. അതെന്ത് തന്നെ ആയാലും അവരെങ്ങനെയാണോ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ചെയ്താൽ വളരെ നല്ല കാര്യം. ഇനി അതല്ല, നിങ്ങൾക്ക് 18 പ്രദക്ഷിണം വെക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ, മതി, നല്ല കാര്യം. അപ്പോൾ ഈ 18ന് അനേകം പ്രത്യേകതകൾ ഉണ്ട് എന്നറിഞ്ഞ സ്ഥിതിക്ക് നമുക്കും എന്തെങ്കിലും ഒന്ന് 18 ചെയ്താലോ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന രീതിയിൽ പറയാണ് കേട്ടോ. വരുന്ന 18 ദിവസം നമുക്ക് മുടങ്ങാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ. അത് എന്ത് വേണം എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത 18 ദിവസം, അതായത് ജൂൺ 1-ാം തീയതി തൊട്ട്, ജൂൺ മാസം 1-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ മുടങ്ങാതെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാം. അതെന്ത് വേണം എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെ ഒപ്പീനിയനും പോന്നോട്ടെ. നമുക്കത് അറിഞ്ഞത് നാളെ പറയാം. അപ്പം മറ്റന്നാൾ തൊട്ട് നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ അതാണ് 18ന്റെ പ്രാധാന്യം. ഇനി 18 പ്രദക്ഷിണം വയ്ക്കുന്നത് മഹാപ്രദക്ഷിണമാവുന്നത് കുളപ്രദക്ഷിണം വെക്കുമ്പോഴാണ് എന്ന് പറയുന്നു. കുളപ്രദക്ഷിണം വെക്കുന്നത് ഭണ്ണാരകൃഷ്ണന്റെ അവിടെ നിന്ന്, നേരെ കിഴക്കേ നടയിലെ ഭണ്ണാരകൃഷ്ണന്റെ അവിടെ നിന്ന് തുടങ്ങി പ്രദക്ഷിണമായിട്ട് കൂവളത്തിന്റെ ചോടേ കൂടെ പോയി പടിഞ്ഞാറേ വശത്തു കൂടെ പോയി കുളത്തിന് ചുറ്റുമായി നേരെ വന്ന് കിഴക്കേ നടയിലെ ആ കുടിമരത്തിന്റെ ചോട, അതായത് ചുറ്റമ്പലത്തിലല്ല, പുറത്ത്, അതിൻ്റെയും പുറത്ത് ഭണ്ണാരകൃഷ്ണന്റെ അവിടെ എത്തുന്നതിനെയാണ് പ്രദക്ഷിണം 1 എന്ന് കണക്കാക്കുന്നത്. ഇങ്ങനെ 18 പ്രാവശ്യം ചെയ്യുന്നതിനെയാണ് 18 പ്രദക്ഷിണം എന്ന് പറയുന്നത്. ഇതിനെയാണ് മഹാപ്രദക്ഷിണം എന്ന്
യൂട്യൂബേഴ്സ് പറയുന്നത്. ഏത് യൂട്യൂബറാണെന്ന് അറിയാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും യൂട്യൂബേഴ്സ് എന്ന് പറയണേ കേട്ടോ. പിന്നെ അതുപോലെ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റമ്പലത്തിലും ചെയ്യാം. ചുറ്റമ്പലത്തിൽ കൊടിമരത്തിൻ്റെ ചോടയിൽ നിന്ന് 18 പ്രദക്ഷിണം വയ്ക്കാം. കൊടിമരത്തിൻ്റെ ചോടയിൽ നിന്ന് തുടങ്ങി കൊടിമരത്തിൻ്റെ ചോടയിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ 18 പ്രദക്ഷിണം വയ്ക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിപ്രദക്ഷിണം വയ്ക്കാം. 18 പ്രാവശ്യം അടിപ്രദക്ഷിണം വയ്ക്കാം. ഇതൊക്കെ എങ്ങനെ വേണം, ഏത് ദിവസം വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. കഴിയാവുന്നതും 18 പ്രദക്ഷിണത്തിനൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിവസം തീർച്ചയായിട്ടും തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിൽ നോക്കി സെലക്ട് ചെയ്യുക. ഹോളിഡേയ്സിലൊക്കെ വന്നിട്ട് 18 പ്രദക്ഷിണം വെക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പ്രദക്ഷിണം പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. മാത്രമല്ല, ഭക്തിയോടെയാണ് വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രം അല്ലേ, എല്ലാവരും ഭക്തരാണ് എന്ന് വിചാരിച്ച കൊടിമരത്തിന്റെ ചോടയിൽ കൂടെ ഒരു 18 പ്രാവശ്യം നടന്നു നോക്കൂ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് മോശമായ ഒരു അനുഭവമെങ്കിലും ഉണ്ടാവും. എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാട്ടോ. വളരെ മോശം ചിന്താഗതിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന അനേകം വ്യക്തികളുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്തോളൂ, വെൽ നോട്ട് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മോഷണ ശ്രമം പലപ്പോഴും ഈ കൊടിമരത്തിന്റെ ചോടയിൽ നിന്ന് സംഭവിക്കാറുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തു നിന്ന് മാല പൊട്ടിക്കാൻ നോക്കിയിട്ട് അവരുടെ കഴുത്ത് മുറിയുന്ന, കാൽത്തള മോഷ്ടിക്കാൻ നോക്കിയിട്ട് കാല് മുറിയുന്ന സംഭവങ്ങളുണ്ട്. ഈ ചോറ് കൊടുക്കാൻ വന്ന കുട്ടികളെ, അത്രയും പിഞ്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ അവരുടെ ഈ കുഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ശരീരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ തോന്നണം അല്ലേ. ദുഷ്ടത്തരം അത്രയധികം ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ അത്തരം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തിരക്കുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. തിരക്കില്ലാത്ത ദിവസം നോക്കി, അതായത് വർക്കിംഗ് ഡേയ്സിൽ എപ്പോഴെങ്കിലും വന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മഹാപ്രദക്ഷിണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട്, ഇന്ന് എനിക്ക് ഒരു വളരെ പൊട്ടിത്തെറിപ്പോട് കൂടി മാത്രം ഞാൻ കേട്ട ഒരു അനുഭവമാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ചേച്ചീനെ ഞാൻ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ കമൻറ്റ് പറയുന്നത് എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ ആയില്യം അന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാവിൽ പോയിരുന്നു. സാധാരണ ഞാൻ എപ്പോഴും പോകുമ്പോൾ വണ്ടിയിലാണ് പോകാറുള്ളത്, 2 വീലറിൽ. പക്ഷെ അന്ന് പോകാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. പെട്ടെന്ന് അങ്ങ് മഴ പെയ്തു. കുറച്ചു സമയം തോരുമോ എന്ന് നോക്കി നിന്നു. പക്ഷെ തോരാത്തത് കൊണ്ട് നമ്മൾ അന്ന് നടന്നുപോയി. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് റോഡിൽ നിന്ന് ഒരു മഞ്ചാടി കിട്ടാൻ ഒരു ചാൻസും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് എനിക്കത് കിട്ടിയത്. എനിക്കപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അന്ന് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ആ മഞ്ചാടി കണ്ടപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു മഞ്ചാടി എന്നിട്ട് ആണ് അതെടുത്തത്. എന്നിട്ട് അത് ചേച്ചിയെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ചേച്ചി എന്നെ നോക്കി ഭയങ്കരമായിട്ടൊന്ന് ചിരിച്ചു. പക്ഷെ ഞങ്ങൾ പരസ്പരം മഞ്ചാടിയെക്കുറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ പറഞ്ഞില്ല. വേറൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെത്തി. അന്ന് രാത്രി ഞാനും അമ്മയും ചേച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മഞ്ചാടിയെക്കുറിച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ച് അമ്മയോട് അത് പറയുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? എനിക്കത് ഓർമ്മ പോലും ഇല്ലല്ലോ. ഇത് ചേച്ചി എന്നെ നോക്കി ചിരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ ചേച്ചിക്ക് അങ്ങനൊരു കാര്യമേ ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, ഇത് മാത്രം ഓർമ്മയില്ല. ശരിക്കും ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി തോന്നി. എന്ത് മഴയാണ് പെയ്തത്. മഴയില്ലായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ 2 വീലറിൽ തന്നെ ആയിരുന്നു പോവുക. മഴയുള്ളത് കൊണ്ട് മാത്രമാണ് നടന്നു പോയതും മഞ്ചാടി കിട്ടിയതും. ചേച്ചി അത് അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അന്നപ്പോൾ ആ നിമിഷം എന്നെ നോക്കി ചിരിച്ചത് ആരായിരിക്കും? അതാണ് ആ ഒരു ചോദ്യം. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ പിറന്നാൾ കൂടിയായിരുന്നു അന്ന്. അന്നത്തെ ദിവസം പിറന്നാളുകാരനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് തന്നെ വരനായി ലഭിക്കണം എന്നും കൂടി പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസമാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. പക്ഷേ ഭഗവാൻ ഇതിനു വേണ്ടിയല്ലേ ഞങ്ങളെ നടത്തിവിട്ടത് എന്ന് തോന്നി. പക്ഷെ മനസ്സിൽ തോന്നുന്നു, ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തി തരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് വന്ന് നിന്ന് നടത്തി തരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കിത് കേട്ടിട്ട് ഗൂസ് ബംസ് വരുന്ന കേട്ടോ ചെയ്തത്. കാരണം മഞ്ചാടി കിട്ടി എന്നുള്ള അനുഭവം അനേകം പേര് പറഞ്ഞ് നമുക്ക് അറിയാം അല്ലേ. ആ നിമിഷം ചേച്ചി മറന്നുപോയത് എന്താണ്? ആ നിമിഷം ചേച്ചിയിലൂടെ ഭഗവാൻ തന്നെ വന്ന് ചിരിച്ചതായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കിത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ ശ്രീ ഗുരുവായൂരപ്പൻ കണ്ടറിഞ്ഞ് വേണ്ട പോലെ നടത്തി തരട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. കുട്ടിക്ക് നല്ലത് മാത്രം വരാൻ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ക്യൂട്ട് പർപ്പിൾ എന്ന ഐഡിയിൽ നിന്നാണ് കാണുന്നത്. ചേച്ചി മാനസികമായി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് സ്ട്രെസ്, ആങ്സൈറ്റി,
ആവശ്യമില്ലാത്ത പേടി, ഇതൊക്കെ മാറാൻ നാരായണീയത്തിലെ ഏത് ദശകമാണ് വായിക്കേണ്ടത്? നാരായണീയം മുഴുവൻ കുട്ടി. നാരായണീയത്തിലെ ഇന്ന ദശകം എന്നൊന്നുമില്ല. നാരായണീയത്തിലെ എല്ലാ ദശകങ്ങളും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അർത്ഥമറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ കുറച്ചധികം സുഖം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അർത്ഥമറിയാതെ ചൊല്ലിയാലും ഇത് പ്രവർത്തിക്കേണ്ട രീതിയിൽ തന്നെ നമ്മളിൽ പ്രവർത്തിക്കും. ഒരു ദിവസം ഒരു ശ്ലോകത്തിൻ്റെ എങ്കിലും അർത്ഥവും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. കുറച്ചുകൂടി അധികം അതിനോടൊരു അടുപ്പവും സ്നേഹവും ഒക്കെ വരും. പ്രത്യേകിച്ച് ഈ ആചാര്യൻ്റെ വാക്കുകൾ കൂടെ ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത കൂടുന്നത്. കാരണം പല സന്ദർഭങ്ങളിലും ആചാര്യൻ എടുത്തെടുത്ത് ഓർമ്മിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ മേൽപ്പത്തൂരും ശ്രീ ഗുരുവായൂരപ്പനും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പോലെയാണ് അദ്ദേഹം നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരിക. അങ്ങനെ കേൾക്കുമ്പോൾ അതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം വെറുതെ നമ്മൾ ആ സംസ്കൃത ശ്ലോകം വായിക്കുന്നു, അതിൻ്റെ അർത്ഥം അറിയുന്നു എന്നുള്ളതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നു, അതും സ്ഥിരമായി നടക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം 1ാമത്തെ ദശകം തൊട്ട് 100ാമത്തെ ദശകം വരെ ഓരോ ദശകങ്ങളിലും ശ്രീ ഗുരുവായൂരപ്പനും മേൽപ്പത്തൂരും തമ്മിൽ രസകരമായ പല പല സന്ദർഭങ്ങളിലെ പല പല സംഭാഷണങ്ങൾ കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ സംഭാഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കും ഇവിടെ ഒരു നാരായണീയം തുടങ്ങാൻ സാധിക്കട്ടെ. അതിനൊരു സ്ലോട്ട് ഗുരുവായൂരപ്പൻ തന്നെ നേരെയാക്കി തരട്ടെ അല്ലേ. അടുത്തതായിട്ട് സവിത നമസ്കാരം. നാരായണ നാമം മാത്രമേ ചൊല്ലാൻ അറിയൂ. ചൊല്ലി തുടങ്ങുമ്പോൾ കൂട്ടുവായി തുടങ്ങും, വിളക്ക് കത്തിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താണ് കാരണം? ഒരു വിഷമം അതാണ് ചോദിച്ചത്. ജീവിതവും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രാരാബ്ധങ്ങളുടെ കെട്ടഴിയുമ്പോഴാണ് നമുക്ക് ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാനോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ വരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി നാരായണീയം വായിച്ചു തുടങ്ങിയ അയാളുടെ കുടുംബാന്തരീക്ഷം വളരെ മോശമാവുന്നു. ഇതൊക്കെ നടന്ന കാര്യം കേട്ടോ. വളരെ മോശമാവുന്നു, കുടുംബത്തിൽ വഴക്കുണ്ടാവുന്നു, ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ കുറച്ച് ഉയർന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാരായണീയം വായിച്ചു തുടങ്ങിയാൽ ഉടൻ തന്നെ എൻ്റെ വീട്ടിലെ ഗൃഹാന്തരീക്ഷം വളരെ മോശമാവുന്നു. പക്ഷെ എനിക്കറിയാം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ പ്രാരാബ്ധത്തിൻ്റെ കെട്ട് ഓരോന്നായിട്ട് അഴിഞ്ഞു വീഴുകയാണ്. ഓരോ പ്രാരാബ്ധക്കേട്ട് അഴിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മുറുകെ കെട്ടിവെച്ചിട്ടുള്ള ഒരു ഭാണ്ഡമാണെന്ന് വിചാരിക്കാം. ഈ ഓരോ കെട്ടിങ്ങനെ ഊരുന്ന സമയത്തും അതിനടിയിൽ ചിതലും അല്ലെങ്കിൽ കുറേ പ്രാണികളും അങ്ങനെയുള്ള ശല്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഇങ്ങനെ തുടച്ച് നീക്കം ചെയ്തിട്ട് വേണം അടുത്ത കെട്ടഴിക്കാൻ. ആ ഒരു സന്ദർഭം പോലെയാണ് ഈ നാരായണീയം വായിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടത്. ഫീലിംഗ് മച്ച് ലൈറ്റർ എന്ന് പറയില്ല, കുറച്ചും കൂടി ഭാരം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ വല്ലാത്ത പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നുമുണ്ട് എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ ഇത് നാരായണീയം വായിക്കാനൊന്നുമില്ല. എന്ത് സൽപ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അതിന് ശാരീരിക ബുദ്ധിമുട്ടോ മാനസിക പ്രയാസങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ പോയി വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഇല്ലാത്തൊരവസ്ഥ വരില്ലേ? അപ്പം നാമം ജപിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താ, ഞാൻ ഈ നാമമൊക്കെ ജപിച്ചിട്ട് എന്താ കാര്യം, ഞാൻ 2 നാമം ജപിക്കുമ്പോഴേക്കും ഇവിടെ വയ്യായ എപ്പോഴും എനിക്ക് കിടക്കണം തോന്നാണ്. ഞാൻ മര്യാദയ്ക്ക് പയറുമണി പോലെ ഓടി നടന്നിരുന്ന ആളാണ്, ഇപ്പോൾ നാമം ജപിക്കാൻ തുടങ്ങിയതോ എനിക്ക് വയ്യാണ്ടേ തുടങ്ങി. ഇങ്ങനെ ചിന്ത നമുക്ക് വരാറില്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ അഴുക്കുണ്ട്, മാലിന്യങ്ങളുണ്ടെന്ന്. ഇത് ഓരോ നാരായണ നാമങ്ങളും ചെല്ലുന്ന ആ അഴുക്കുകളൊക്കെ തുടച്ച് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. നിർത്തണ്ട, എത്ര കോട്ടുവായ വേണമെങ്കിലും വന്നോട്ടെ, പിന്നെയും നാമം ജപിക്കുക. ഒരിക്കൽ എന്തായാലും ഇതിൽ നിന്നൊന്ന് പുറത്തു കടക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളിലും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.